ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. സഭാ നേതൃത്വമാണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹർജി നൽകുന്നത്. കന്യാസ്ത്രീകൾ ജയിലിലായിട്ട് ഇന്നേക്ക് 8 ദിവസമാകുന്നു. സംസ്ഥാന സർക്കാർ ജാമ്യാപേക്ഷയെ വീണ്ടും എതിർക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. എതിർക്കില്ലെന്ന് ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിപക്ഷ നേതാക്കളോട് പറഞ്ഞിരുന്നു. ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സഭാ നേതൃത്വമുള്ളത്. അജീഷ് ജയകുമാറാണ് ചേരുന്നത് വിവരങ്ങളുമായി ഛത്തീസ്ഗഡിൽ നിന്ന്. അജീഷ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ഒരു വല്ലാത്ത അനിശ്ചിതത്വത്തിലായിരുന്നു. പക്ഷേ അതിനുശേഷം ആഭ്യന്തരമന്ത്രിയുടെ ഉറപ്പ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ആ ഉറപ്പിൽ തന്നെ പ്രതീക്ഷയിലാണ് ഇന്നിപ്പോൾ സഭാ നേതൃത്വം. ഹൈക്കോടതിയെ തന്നെ സമീപിക്കാനാണ് തീരുമാനമായത്. പറയൂ വിവരങ്ങൾ. അസ്മിത, റീജിത്ത്, എന്തായാലും ഇന്ന് ഈ സഭയും ഒപ്പം തന്നെ കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട് ആ ദിവസം കാത്തിരിക്കുന്ന എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ്. ഇന്ന് ഹൈക്കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകുക. ഹൈക്കോടതി ഇത് തുറക്കുന്ന സമയം അല്ലെങ്കിൽ കോടതി സമയം തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ ഹർജി സമർപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിൽ തന്നെ മുൻ അഭിഭാഷകനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡിലെ മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ കൂടിയായ അമൃതോൻ ദാസാണ് ഈ കേസ് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ അമിത്ഷായുടെ കഴിഞ്ഞ ദിവസം നൽകിയ ആ വാക്ക്, അതിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് നിലവിൽ ഈ സഭയും അതേപോലെ തന്നെ ഇവരുടെ കുടുംബാംഗങ്ങളടക്കം മുന്നോട്ട് പോകുന്നത്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സെഷൻസ് കോടതിയിൽ ഈ പ്രോസിക്യൂഷൻ എടുത്ത നിലപാട് അത് തന്നെ ഹൈക്കോടതിയിലും സ്വീകരിക്കുമോ എന്നതാണ്. എന്തായാലും അത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അമിത്ഷാ നൽകിയ ഉറപ്പിലുള്ള ഒരു പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. എന്തായാലും ഹൈക്കോടതിയിൽ ഹർജി നൽകിയാൽ ഉടനെ ഈ കേസ് പരിഗണിക്കാനുള്ള ഒരു സാധ്യത അത് അവർ കാണുന്നില്ല. ഇന്ന് കോടതി കേസ് ലിസ്റ്റ് ചെയ്യുകയുള്ളൂ. എന്തായാലും ഈ 2-3 ദിവസമെങ്കിലും എടുക്കും ഇവരുടെ മോചനത്തിനായി. അതിൽ കേസിൽ വാദം വന്ന് സർക്കാരിന്റെ നോട്ടീസ് അയച്ച് അതിനുശേഷം ഒരു തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആണ് കന്യാസ്ത്രീകളുടെ മോചനം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബജ്രംഗ് ദൾ അവരുടെ അഭിഭാഷകൻ പറയുന്നത് തങ്ങൾ ഈ കേസിൽ എന്തായാലും ഹൈക്കോടതിയിൽ ഹർജി എത്തുമ്പോൾ തങ്ങൾ ഈ എതിർക്കും, തങ്ങളുടെ എതിർവാദം ഉന്നയിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഏറ്റവും നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അത് ഈ കേസിലെ ഈ മൊഴി, ഈ ബജ്രംഗ് ദൾ പറഞ്ഞത് ഈ 3 പെൺകുട്ടികളിൽ ഒരാൾ ഈ മൊഴി നൽകിയിരുന്നു ഈ കന്യാസ്ത്രീകൾക്കെതിരെ എന്നുള്ളതാണ്. ആ പെൺകുട്ടിയുടെ പ്രതികരണമാണ് ഇന്നലെ പുറത്തു വന്നിരുന്നത്. ആ പെൺകുട്ടി പറയുന്നതനുസരിച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയാണ് തങ്ങളെ കൊണ്ട് മൊഴി മാറ്റിയത് എന്നായിരുന്നു ആ പെൺകുട്ടി ഇന്നലെ ഒരു മാധ്യമത്തിന് നൽകിയ മൊഴി. മാത്രമല്ല ഇതിലെ ബജ്രംഗ് ദൾ നേതാവായിട്ടുള്ള ജ്യോതി ശർമ്മ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തു. പോലീസിനെ കൊണ്ട് നിർബന്ധിച്ചാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയാണ് ഈ ഗുരുതരമായ 2 വകുപ്പുകൾ ചുമത്തിയതെന്നടക്കമുള്ള ആരോപണങ്ങളായിരുന്നു ഈ പെൺകുട്ടി ഉന്നയിച്ചത്. എന്തായാലും ഈ കേസിൽ ഏറെ നിർണായകമാകാൻ പോകുന്നത് ഈ പെൺകുട്ടിയുടെ പ്രതികരണമാണ്. ആ പെൺകുട്ടി ഈ 3 പെൺകുട്ടികളും സർക്കാരിന്റെ സംരക്ഷണയിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മാതാപിതാക്കൾക്കൊപ്പം നാരായൺപൂർ ഗ്രാമത്തിലേക്ക് ഈ പെൺകുട്ടികളെ വിട്ടത്. അതിനുശേഷമാണ് ഈ പ്രതികരണം നടത്തിയത്. എന്തായാലും ഇവരുടെ ഒരു മൊഴി എന്ന് പറയുന്നത് ഈ കേസിൽ ഏറെ നിർണായകമാണ്. അവരുടെ മൊഴി കൂടി അനുകൂലമായതോടെ എന്തായാലും കോടതിയിൽ ഇത് കന്യാസ്ത്രീകൾക്ക് അനുകൂലമായിട്ട് നിൽക്കും എന്ന് തന്നെയാണ് ഈ സഭയും കുടുംബാംഗങ്ങളും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഹൈക്കോടതിയിൽ ഇന്ന് ഹർജി നൽകും. അതിനുശേഷം ഇവർ മറ്റു തുടർ നടപടികൾ സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. കോൺഗ്രസിന്റെ ഹൈബി ഈഡൻ, അതേപോലെ തന്നെ കൊടിക്കുന്നിൽ സുധീഷ്, രാജ്മോഹൻ ഉണ്ണിത്താൻ, ആന്റോ ആന്റണി തുടങ്ങിയ എംപിമാരും എത്തുന്നു. LDFന്റെ ഭാഗത്ത് നിന്ന് PK ശ്രീമതി ടീച്ചർ അടക്കമുള്ളവർ ഇവിടെ ഉണ്ട്. അവരെല്ലാവരും ഇന്ന് ജയിലിലെത്തി കന്യാസ്ത്രീകളെ കാണുകയും ചെയ്യും. ശരി, അജീഷ് ജയകുമാർ ഛത്തീസ്ഗഡിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.